എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു തനിനാടൻ ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് മുരിങ്ങയിലയും ചക്കക്കുരും ചേർത്തിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ്. അപ്പോൾ പലർക്കും അറിയുമായിരിക്കും, പക്ഷെ ഞാൻ എങ്ങനെ തയ്യാറാക്കുന്നതെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഇന്ന് നമ്മൾ ചക്കക്കുരു വെച്ചിട്ടുള്ള ഒരു നാടൻ കറിയാണ് തയ്യാറാക്കുന്നത്. ഇപ്പോൾ ചക്കയുടെ ഒക്കെ സീസൺ ആണല്ലോ, അപ്പോൾ ധാരാളം ചക്കക്കുരുവൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളൊരു നാടൻ കറി തയ്യാറാക്കുന്നത്. ആദ്യം നമുക്കിതിൻ്റെ വെള്ള ഭാഗം, ഇതിൻ്റെ പുറമേയുള്ള ഈ വെളുത്ത തൊലി ഒന്ന് കളയാം. അതിന് ശേഷമാണ് നമ്മൾ കറി തയ്യാറാക്കുന്നത്. ഞാൻ ഇതിനു വേണ്ടി 12 ചക്കക്കുരുവാണ് എടുത്തിരിക്കുന്നത്. നല്ല മൂത്ത ചക്കയുടെ കുരുവാണെങ്കിൽ നല്ല പൊടിയോട് കൂടിയിട്ടുള്ള കറി തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. ചക്കക്കുരുവിൻ്റെ കൂടെ ഞാൻ മുരിങ്ങയിലയും കൂടി ചേർത്തിട്ടാണ് ഈ നാടൻ കറി തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മുരിങ്ങയിലയൊക്കെ ഒന്ന് അടർത്തിയെടുത്ത ശേഷം ഒന്ന് കഴുകിയെടുക്കാം. ചക്കക്കുരു ഇതുപോലെ രണ്ടായി കട്ട് ചെയ്ത ശേഷം അടർത്തിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഈ വൈറ്റ് കളറിലുള്ള തൊലി ഇളക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ എല്ലാ ചക്കക്കുരുവിൻ്റെയും തൊലി കളയട്ടെ. അങ്ങനെ നമ്മൾ ചക്കക്കുരു വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് കട്ട് ചെയ്ത ശേഷം കഴുകി വെച്ചിട്ടുള്ള ചക്കക്കുരുവാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഇപ്പോൾ കല്ലുപ്പാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂണിലും കുറവായിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത ശേഷം 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഓരോരുത്തരുടെയും ചക്കക്കുരുവിൻ്റെ വേവ് വ്യത്യാസം ഉണ്ടായിരിക്കും. ഞാനിവിടെ ഇപ്പോൾ 2 വിസിലാണ് വേവിച്ചെടുക്കുന്നത്. ചക്കക്കുരു വേവുന്ന സമയം കൊണ്ട് ഞാൻ മുരിങ്ങയിലേക്ക് അടർത്തിയെടുത്ത ശേഷം 1-2 പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്ട്രെയിനറിൽ വെച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ പോയ ശേഷമാണ് നമ്മൾ കറി തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് കറിക്ക് ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ തേങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1/3 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 കൊച്ചുള്ളി ചേർക്കാം. എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകമാണ്, ക്യുമിൻ സീഡ്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. ആദ്യം നമുക്ക് നന്നായി ക്രഷ് ചെയ്തെടുക്കാം. അതിന് ശേഷമാണ് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കേണ്ടത്. തേങ്ങയൊക്കെ നന്നായി അരഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ അരപ്പെല്ലാം നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചക്കക്കുരുവൊക്കെ വെന്തോ എന്നുള്ളത് നോക്കാം. ഇതാ ഇപ്പോഴും ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട്. ഇതാ നന്നായി വെന്തന്നെ കിട്ടിയിട്ടുണ്ട്. ചക്കക്കുരു വേണമെങ്കിൽ ഒന്ന് ഉടച്ചെടുക്കാം. മുഴുവൻ ഉടയ്ക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നമുക്ക് കടിക്കാനും കൂടി കിട്ടണം. കുറച്ച് ഞാൻ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ വെച്ചൊന്ന് ഉടച്ചെടുത്താൽ മതി. അങ്ങനെ ഈ ഒരു രീതിയിൽ ഞാൻ കുറച്ച് ചക്കക്കുരുവൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. ഒരു നാടൻ കറി ആയതുകൊണ്ട് തന്നെ ഞാൻ മൺചട്ടിയിലാണ് ഈ ചക്കക്കുരു മുരിങ്ങയിലക്കറി തയ്യാറാക്കുന്നത്. അങ്ങനെ നമ്മുടെ മൺചട്ടിയൊക്കെ ഒരുവിധം ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർക്കേണ്ടത്. നാടൻ കറികൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ചേർക്കാം. ഞാനിവിടെ ഇപ്പോൾ കടുക് വറുത്ത ശേഷമാണ് കറി തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കറി തയ്യാറാക്കിയ ശേഷം കടുക് വറുത്ത് ചേർക്കാവുന്നതുമാണ്. ചൂടായ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുകാണ് ചേർക്കേണ്ടത്. അങ്ങനെ നമ്മുടെ കടുകൊക്കെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ചക്കക്കുരു ചേർക്കുന്നതുകൊണ്ട് തന്നെ പലർക്കും ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരിക്കും. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു 3 വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 4 കൊച്ചുള്ളി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ 2 വറ്റൽമുളകും കൂടി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇനി ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം നന്നായി മൂത്ത് വരണം. പലർക്കും ഈ ചക്കക്കുരു ചേർത്തിട്ടുള്ള മുരിങ്ങയിലക്കറി തയ്യാറാക്കാൻ അറിയായിരിക്കും. പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റെസിപ്പി ഞാൻ തയ്യാറാക്കുന്നത്. കടുക് താളിച്ചതിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം.
ഇനി നമുക്കിതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള മുരിങ്ങയിലയാണ് ചേർക്കുന്നത്. മുരിങ്ങയിലൊന്ന് വറുത്ത ശേഷമാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത്. ഇങ്ങനെ വറുത്ത് തയ്യാറാക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു കറിക്ക് കിട്ടുന്നത്. മുരിങ്ങയിലയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ബൗൾ മൂവ്മെൻറ്റിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ മുരിങ്ങയില. ഡെയിലി ഒരു പിടി മുരിങ്ങയിലെങ്കിലും കഴിക്കണം എന്നുള്ളതാണ്. അങ്ങനെതാ മുരിങ്ങയിലൊക്കെ ഒരുവിധം വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരു ചേർക്കാം. അങ്ങനെ ചക്കക്കുരു അതിൽ ചേർത്തിട്ടുള്ള വെള്ളവും കൂടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അങ്ങനെ നമുക്ക് ചക്കക്കുരു മുരിങ്ങയിലയും എല്ലാം നന്നായി മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് അരപ്പാണ്. ഞാനിത് അരപ്പ് ചേർക്കുകയാണ്. ഞാൻ കറിക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്തിട്ടാണ് അരപ്പ് ഒഴിക്കുന്നത്. അതിനുശേഷം മിക്സിയിൽ അല്പം വെള്ളം കൂടി ചേർത്തിട്ട് ഒഴിക്കുന്നുണ്ട്. ഇനി അരപ്പ് തിളയ്ക്കുന്നവരെയാണ് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടത്. മുരിങ്ങയില വെച്ചിട്ടുള്ള കട്ട കെട്ടാതെ എങ്ങനെ മുരിങ്ങയില തോരൻ തയ്യാറാക്കാമെന്നുള്ള ഒരു തോരൻ്റെ റെസിപ്പിയും കൂടി നമ്മൾ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ. മുരിങ്ങയില ഇതുപോലെ വറുത്ത് കറി വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ ഒരു കറിക്ക് കിട്ടുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമ്മൾ ചക്കക്കുരു വേവിക്കുമ്പോഴാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ കറി നോക്കിയ ശേഷം വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ നോക്കുമ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. നന്നായി തിളയ്ക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊരു തിളയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ കറി ഓഫ് ചെയ്യാവുന്നതാണ്. നന്നായി തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങ പിരിഞ്ഞ പോലെയാണ് നിൽക്കുക. ഇനി ഇത് ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കാവുന്നതാണ്. അപ്പോൾ ചക്കക്കുരു കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. നല്ല ടേസ്റ്റാണ്. സൈഡിൽ നിന്നൊക്കെ തിളയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം വരെ നമുക്ക് തിളപ്പിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കടുക് വറുത്തത് ഇതിൻ്റെ മുകളിലേക്ക് ചേർക്കാം. അങ്ങനെന്താ ഞാനത് അടച്ചു വയ്ക്കുകയാണ്. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് ഈ കറി ഉപയോഗിക്കാം. അങ്ങനെന്താ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിനി തുറന്ന് നോക്കാം. അപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.